ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രപ്പിസ്റ്റ്. ഇന്ന് എനിക്ക് വന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് വലിയ വിവാദം ആകരുത്, എന്നാലും ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം പറയുവാണേ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിൻ്റെ അകത്ത് അടിസ്ഥാന നോളജ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഇപ്പം ഏത് തരത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിലും നമ്മൾ ഓരോ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുന്നതാകട്ടെ, മേക്കപ്പ് ചെയ്യുന്നതാകട്ടെ, കോണ്ടോറിങ് ആകട്ടെ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം നമുക്ക് അടിസ്ഥാനമായ ഒരു നോളജ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അതേമാതിരി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത ഇതാണ്, നിങ്ങൾക്ക് ചിലർക്കത് വിഷമാവോ എന്ന് അറിയില്ല. അതായത് എനിക്ക് ഒത്തിരി അധികം നെയിൽസ് വളർത്തിയ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ അത് കംഫോർട്ടായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നെയിൽസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ വളരെ മൃദുലമായിട്ട്, വളരെ പൂ പോലെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്കെങ്ങാനും ഈ നഖം അവരുടെ മുഖത്ത് കൊള്ളുമോ, അത് അവർക്ക് മുറിവാകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം എനിക്കുണ്ട്. അത് കാരണം ഞാൻ ലാക്മി പഠിക്കുന്ന സമയത്തും ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം അതാണ്, നെയിൽസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നെയിൽസ് മീൻസ് വളർത്തിയ ആ നെയിൽസ്, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വയ്ക്കുന്ന നെയിൽസ്, അത് ഒരു കാര്യം. പിന്നെ ഒരു മൂന്നാമത്തെ കാര്യം, ചില സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നത് അവർ നൈറ്റ് വെയർസ് ഇട്ടിട്ടാണ് മേക്കപ്പിന് വരുന്നത്, അല്ലെങ്കിൽ അവർ മേക്കപ്പ് ചെയ്യുന്നതായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതൊരു തൊഴിലിനും അതിൻ്റേതായൊരു ഡിഗ്നിറ്റി ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു വെൽ ഗ്രൂംഡ് ആയിരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഡ്രസ്സിങ്ങിലായാലും നമ്മുടെ ഒരു ലുക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് കണ്ടാൽ ബഹുമാനം തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കണം. ഇനി ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ബോഡി ഓഡർ, അതായത് നമ്മുടെ ബോഡി സ്മെൽ അല്ലെങ്കിൽ നമ്മുടെ വേർപ്പിൻ്റെ മണം, അത് നമ്മുടെ കസ്റ്റമർക്കോ അവരുടെ കൂടെയുള്ളവർക്കോ ഒന്നും ഒരു കഷ്ടം തോന്നാത്ത രീതിക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അത് മേ ബി പെർഫ്യൂംസ് എല്ലാം അവൈലബിൾ ആണല്ലോ ഇന്നിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യണം എന്നത്, ഇതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഈ കാര്യങ്ങളാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പല കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അണ്ടിൽ ദെൻ ബൈ.